പലപ്പോഴും അർജൻറ്റായിട്ട് വരുന്ന ഓർഡേഴ്സൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇതെനിക്ക് അങ്ങനെ നോ പറയാനും തോന്നിയില്ല. ഇന്നലെ ജൂൺ 29 ഞായറാഴ്ച എന്നെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ളൊരു കസ്റ്റമർ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഉണ്ടാക്കണം. അധികം മധുരമോ കാര്യങ്ങളോ വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നും ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഷടപടാന്ന് അങ്ങനെ കേക്കിൻ്റെ വർക്ക് ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 4-4:30 ആയപ്പോഴാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം ആളെൻ്റെ വാല്യുബിൾ കസ്റ്റമറാണ് ഫസ്റ്റ് ഓഫ് ഓൾ. മാത്രമല്ല അവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നൈറ്റിലായിരിക്കും. 8 മണിക്കകത്താണ് കേക്ക് കട്ട് ചെയ്യുന്നത്. 8 മണി 8:30 ആ ടൈമിലായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒത്തിരി സമയമുണ്ടതാണ്. അപ്പം ഞാൻ ഒരു 4 മണി ആയപ്പോഴാണ് ഞാൻ ഫ്രഷ് ഫ്ലവർ വാങ്ങാനായിട്ട് ടൗണിലോട്ട് പോകുന്നത്. നമ്മൾ തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് വരുന്നത്. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാൻ പോയ നേരം കൊണ്ട് തന്നെ ഞാൻ കേക്ക് രണ്ടും ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. ആളൊരു സിമ്പിൾ കേക്കാണ് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അധികം മധുരമൊന്നും വേണ്ട, അമ്മച്ചിരി പ്രായമായതാണ്, അപ്പോൾ മധുരമൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അതിനിപ്പോൾ എന്താ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് ആൾ ഫുള്ള് വിട്ട് തരാനാണ് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 സ്പഞ്ച് ഞാൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് മിൽക്കി ബട്ടർ സ്കോച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഫ്രഷ് ഫ്ലവറൊക്കെ വെച്ച്, റോസിൻ്റെ തന്നെ ഫ്രഷ് ഫ്ലവറൊക്കെ വെച്ച്, ജിപ്സം ഫ്ലവർ സൈഡിലൊക്കെ കൊടുത്ത്, സൈഡിലും ടോപ്പിലൊക്കെ ജിപ്സം ഫ്ലവറും കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മോൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. ക്യാൻഡിലും അതുപോലെ തന്നെ റോസിൻ്റെ ലീഫും അതുപോലെ തന്നെ എന്താ പറയുക നൈഫൊക്കെ വെച്ചിട്ട് മോനാണ് എന്താ പറയുക ബോക്സ് ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ നേരെ ക്ലയൻറ്റിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ട് കേക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. ഈ ക്ലയൻറ്റ് മറ്റാരുമല്ല, എൻ്റെ രണ്ടാമത്തെ സഹോദരിയാണ്. ചേച്ചി കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേയ്സൊക്കെ ഓർമ്മ വെച്ചിട്ട് കേക്കിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ചേച്ചി തന്നെയാണ് കേട്ടോ. അങ്ങനെ ചേച്ചിയാണ് ഇന്നലെ രാവിലെ വിളിച്ചിട്ട് എന്നോട് ഓർഡർ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ സൺഡേയിൽ നമുക്കിവിടെ തൃശ്ശൂർ ടൗണിൻ്റെ അടുത്താണ് വീടെങ്കിലും തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടുന്ന കേക്ക് മെറ്റീരിയൽ ഷോപ്പൊക്കെ മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കേക്കാക്കി മാറ്റാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും പല വീഡിയോസുകളിലും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇന്ന് നീ കൊള്ളുന്ന തണൽ നിൻ്റെ അച്ഛൻ എപ്പോഴോ കൊണ്ട വെയിൽ, അങ്ങനെ എന്തോ ഒരു ഇത് പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അമ്മമാർക്കൊന്നും വിലയില്ലേ? നമ്മുടെ അമ്മമാരിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. പലപ്പോഴും എന്നെ കാണാതെ എൻ്റെ അമ്മ എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടെന്നറിയോ. ജുനു എപ്പോഴാണ് വരാം, ജുനുവിനെ വിളിക്കുക. കാരണം ഞാൻ ഇച്ചിരി ദൂരെയാണ്, വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇത്ര ദൂരെയാണ്. ബാക്കി എല്ലാ സഹോദരിമാരും വീടിൻ്റെ തൊട്ട് തന്നെയാണ് താമസിക്കുന്നത്. അമ്മച്ചിക്ക് പോകാൻ വരാൻ മാത്രമൊക്കെ തന്നെയുള്ളൂ, അടുത്ത് തന്നെയാണ്. ഞാനാണ് ഇച്ചിരി മാറിയിട്ട് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നെക്കുറിച്ച് ആവലാതിപ്പെടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ അമ്മേനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. ഇന്നിപ്പോൾ അമ്മച്ചിക്ക് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് ചില സമയത്ത് ഓർമ്മകളും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ കിടന്ന കിടപ്പല്ല കേട്ടോ. അമ്മ ആക്റ്റീവാണ്, നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പേരക്കുട്ടികൾ, നമുക്ക് 8 പേരക്കുട്ടികളും നമ്മൾ 6 മക്കളാണ്. പേരക്കുട്ടികളുടെ ഏറ്റവും ഇളയതാണ് കേട്ടോ ഈ കുഞ്ഞ പൊടി കൊച്ച്. ഇവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മെയ്യിലാണ്, മെയ് 15-ാം തീയതി ആയിരുന്നു ഇവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് കേക്ക് ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് കേക്ക് സെയിൽ ചെയ്തതും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഈ ഒരു വൈബ് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളും നമ്മൾ വെറുതെ വിടാറില്ല. എസ്പെഷ്യലി നമ്മുടെ പേരൻസിനോടൊപ്പം നമ്മൾ പുറത്തങ്ങനെ പോയി ചിലവഴിക്കുന്ന നിമിഷങ്ങളൊന്നും ഞങ്ങളുടെ ഓർമ്മയിലില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് വലിയ സന്തോഷം എന്ന് പറയുന്ന ഒരു കേക്ക് കട്ട് ചെയ്യുക, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിക്കുക, എല്ലാവരും കൂടി ജോലിയായിട്ടിരുന്ന് കളിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലത്തെ ഓരോ ആഘോഷങ്ങളും. അപ്പോൾ ഇനി നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞിന് സ്കൂളുള്ളതാണ്. അപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നെക്സ്റ്റ് ഡേ വേറൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.